നമസ്കാരം. ഞാൻ നിങ്ങളുടെ സ്വന്തം ശരവൺ മഹേശ്വർ. 40 വർഷങ്ങൾക്ക് ശേഷമാണ് പ്രശസ്ത സാഹിത്യകാരനും നടനും ഒക്കെയായ ശ്രീ ജോൺ സാമുവലിനെ ഞാൻ കാണുന്നത്. അദ്ദേഹത്തെക്കുറിച്ച് പറയുമ്പോൾ എൻ്റെ മനസ്സിൽ ഓടിയെത്തുന്നത് 35 വർഷങ്ങൾക്ക് മുന്നേ ഞങ്ങളുടെ തമ്പാനൂരുള്ള ഒരു ക്ലബിൻ്റെ വാർഷികത്തിന് ഉദ്ഘാടനം ചെയ്യാൻ അദ്ദേഹത്തെ വിളിക്കാൻ ചെല്ലുമ്പോൾ ഒരു ബുദ്ധിമുട്ടും കൂടാതെ വരാം, 6 മണിക്ക് പ്രോഗ്രാം 6:30 മണിക്ക് പ്രോഗ്രാം തുടങ്ങുന്നു, 6 മണിക്കാണ് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ചെന്ന് ഞാൻ കാണുന്നത്. അന്ന് യാതൊരു മടിയും കൂടാതെ അദ്ദേഹം വരാം എന്ന് പറയുന്ന ആ സമയത്ത് അദ്ദേഹം അഭിനയിച്ച ശേഷക്രിയ എന്ന ചിത്രത്തിൻ്റെ വർക്കുകൾ നടക്കുന്ന സമയം കൂടിയാണ്. ഒരുപാട് നോവലുകളും ഒരുപാട് ചെറുകഥകളും ഒക്കെ എഴുതിയ അദ്ദേഹത്തെ എത്രയോ വർഷങ്ങൾക്ക് ശേഷം എൻ്റെ കൃഷ്ണശിലയായി എന്ന പരമ്പരയിൽ ഒരു എപ്പിസോഡിൽ അദ്ദേഹത്തെ കൂടി ഉൾപ്പെടുത്തണം എന്ന് കരുതി ഞാൻ താമസിക്കുന്നിടത്ത് നിന്നും അദ്ദേഹം താമസിക്കുന്ന ഇടപ്പഴിഞ്ഞിയിൽ അദ്ദേഹത്തെ ഒന്ന് കാണുകയുണ്ടായി. ഹൃദ്യമായിട്ടുള്ള ആ സന്ദർശനത്തിൻ്റെ ഹൃദ്യമായിട്ടുള്ള ആ ഓർമ്മയുടെ ചില ഏടുകളാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ ഇപ്പോൾ പറയാൻ ഉദ്ദേശിക്കുന്നത്. നമസ്കാരം സാർ. എന്തൊക്കെ 35 വർഷത്തിന് ശേഷമാണ് സാറിനെ കാണുന്നത്. സാറിന് ഇങ്ങനൊരു മുഖമോ ഇങ്ങനൊരു പേരോ ഓർമ്മയുണ്ടോ? ജീവിതത്തിൽ ഒത്തിരി ആളുകൾ ഇങ്ങനെ പല സന്ദർഭങ്ങളിലും പല പല മേഖലകളിൽ വെച്ച് കാണുന്നത് എല്ലാം നമുക്ക് മനസ്സിൽ നിൽക്കത്തില്ല. മാത്രമല്ല, അല്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് എന്തെങ്കിലും നമ്മൾ കണ്ടുകൊണ്ടിരിക്കണം. ഇടയ്ക്ക് എന്തെങ്കിലും ഒരു സമ്മേളനങ്ങളോ മീറ്റിങ്ങോ അല്ലെങ്കിൽ എന്തെങ്കിലും സന്ദർഭങ്ങളിൽ കാണുകയാണെങ്കിൽ നമ്മൾ ആ പരിചയം പുതുക്കി പോകും. ഇത്രയും വലിയൊരു താങ്കൾ എവിടെയോ ഇതിനിടെ എത്രയോ വർഷങ്ങൾ പുറത്തല്ലായിരുന്നു. അപ്പോൾ ഇന്നും ഈ സത്യത്തിൽ ഇന്ന് വന്ന് കണ്ടപ്പോൾ തന്നെ എനിക്ക് പെട്ടെന്ന് അങ്ങോട്ട് ഐഡൻറ്റിഫൈ ചെയ്യുന്നില്ല. പക്ഷെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ചെറുതായിട്ട് ഓർമ്മ വന്നു. ഒരു എഴുത്തുകാരൻ എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിന് അവരുടെ ഓർമ്മകൾ, അവരുടെ മനസ്സിൽ പതിയുന്ന ഓരോ വാക്കുകളും ഓരോ രൂപങ്ങളും നമ്മുടെ മനസ്സിൽ അറുതല്ലിക്കൊണ്ടേയിരിക്കും. 30-35 വർഷത്തിന് മുമ്പ് കണ്ടെങ്കിലും അന്ന് ഞങ്ങളുടെ അവിടുത്തെ ക്ലബിൻ്റെ പരിപാടിക്ക് വിളിച്ചപ്പോൾ ഞാൻ വലിയ നടനാണ് അല്ലെങ്കിൽ ഞാൻ വലിയ എഴുത്തുകാരനാണ്, നോട്ടീസിൽ പോലും പേര് വയ്ക്കാണ്ട് എനിക്ക് വരാൻ കഴിയില്ല എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യും എന്ന് ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്. യാതൊരു എതിർപ്പും കൂടാതെ, യാതൊരു ധാർഷ്ട്യവും കൂടാതെ അന്നത്തെ ഈ 35 വർഷത്തിന് മുമ്പ് അദ്ദേഹം ഇട്ടിരുന്ന ഒരു ലൈറ്റ് കളറിലുള്ള ഒരു നീല ഷർട്ടും നീല വരയുള്ള ഒരു മുണ്ടും കൊടുത്ത് യാതൊരുവിധ നാട്യങ്ങളും ഇല്ലാതെ ഞങ്ങളുടെ കൂടെ വണ്ടിയിൽ വന്ന് ആ ഫംഗ്ഷനിൽ പങ്കെടുത്തു. അന്ന് ചലച്ചിത്ര നടി ജലജയുമൊക്കെ ആ വേദിയിലുണ്ടായിരുന്നു. ആ പ്രോഗ്രാം കഴിഞ്ഞ് ഇവരെ തിരിച്ച് കൊണ്ടുവിട്ട് കഴിഞ്ഞതും ഭയങ്കരമായിട്ടുള്ളൊരു മഴ. അന്ന് ഞങ്ങളുടെ വാർഷികം പോലും പൂർണ്ണതോതിൽ നടത്താൻ കഴിഞ്ഞില്ല. എന്തുകൊണ്ട് ഇപ്പോൾ അദ്ദേഹത്തെ ഓർമ്മിക്കുന്നു എന്ന് ചോദിച്ചാൽ, ഞാൻ അദ്ദേഹത്തെക്കുറിച്ച് എൻ്റെ കൃഷ്ണശിലയായി എന്ന പരമ്പരയിൽ ഒരു എപ്പിസോഡ് ചെയ്യുന്നുണ്ട്. കഴിഞ്ഞ 2 ആഴ്ചയ്ക്ക് മുമ്പും അദ്ദേഹത്തിന് അവാർഡ് ലഭിക്കുകയുണ്ടായി. പബ്ലിക് ലൈബ്രറിയിൽ ചെന്ന് അദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങളൊക്കെ റെഫർ ചെയ്യുകയുണ്ടായി. എങ്കിലും പഴയ സ്വഭാവത്തിൽ നിന്നും കാലഘട്ടത്തിൻ്റെ മാറ്റങ്ങൾ എന്തെങ്കിലും അദ്ദേഹത്തിന് വന്നിട്ടുണ്ടോ, അദ്ദേഹത്തിന് ഇപ്പോൾ സംസാരിക്കാൻ സമയമുണ്ടോ സമയമില്ലയോ എന്നൊന്നും എനിക്കറിയില്ലായിരുന്നു. വളരെ നേരത്തെ ചിന്തകൾക്ക് ശേഷം ഞാനിവിടെ വന്ന് അദ്ദേഹത്തെ കണ്ട് ഏകദേശം അരമണിക്കൂറോളം സംസാരിക്കുകയുണ്ടായി. അദ്ദേഹത്തെക്കുറിച്ച് എനിക്ക് തോന്നിയ തോന്നലുകൾ ഞാൻ എൻ്റെ ഒരു എപ്പിസോഡിൽ പറയുന്നുണ്ട്. അതിന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷനിലാണ് ഇപ്പോൾ. സാർ ഏത് നോവലാണ് സാറിൻ്റെ വരുന്നത്? കലാകൗമുദിയിലെ അടുത്ത ആഴ്ച മുതൽ പുതിയ നോവൽ ശൈത്യസ്ഥലികളാണ്. പുതിയ നോവൽ ആരംഭിക്കുകയാണ്. എന്നാലും ഭാവത്തിനും പെരുമാറ്റത്തിനും ഒന്നും ഒരു മാറ്റമില്ല കേട്ടോ. വളരെ നല്ലൊരു മനുഷ്യൻ, മനുഷ്യ മനസ്സിനെ മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു നല്ലൊരു വ്യക്തിത്വം. അദ്ദേഹത്തെക്കുറിച്ച് സസ്പെൻസിലിരിക്കട്ടെ, അദ്ദേഹത്തിൻ്റെ വീട്ടിൽ വന്നതും ഇരുന്നതും അദ്ദേഹവുമായിട്ട് സംസാരിച്ചതുമെല്ലാം ഞാനൊരു എപ്പിസോഡിൽ ചെയ്യുന്നുണ്ട്. ആ വലിയ എഴുത്തുകാരന്, നടന് ആശംസകൾ നേരുന്നു. നന്ദി, നമസ്കാരം സാർ.